എന്തു പറ്റി? എന്താ ഇങ്ങനെ ടെൻഷൻ ഓടി വരുന്നത്? അതൊന്നുമില്ല, അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. ഡോക്ടർ അതിനകത്ത് അമ്മയെ പരിശോധിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ അകത്തേക്ക് കയറാൻ അവര് സമ്മതിക്കില്ല. അതെനിക്കറിയാം. എന്നാലും അമ്മയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല സർ. അമ്മയുടെ അവസ്ഥ എന്താ, എന്ത് കണ്ടീഷനാന്നറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഞാൻ അകത്ത് പോയിട്ട് അമ്മയുടെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ട് ഓടി ഇങ്ങോട്ട് വരാം സർ. നിങ്ങൾ ഇവിടെ തന്നെ നിക്കണേ. നിലാമോളെ, നീ വിക്രമങ്ങളുടെ കൈ പിടിച്ച് ഇവിടെ നിക്കേ. അകത്തേക്ക് വരല്ലേ. അമ്മേ, എന്റെ പൊന്നമ്മേ. ഡോക്ടർ, ആരാ നിങ്ങളെ അകത്തേക്ക് വിട്ടത്? ഡോക്ടർ, എന്തിനാ അകത്തേക്ക് വന്നത്? മര്യാദയ്ക്ക് പുറത്തിറങ്ങ. ഡോക്ടറെ, ഇതെന്റെ മോൻ തന്നെയാ. അവനും ഈ നാടകമൊക്കെ അറിയാം. അപ്പൊ നിനക്കും അറിയാമോ? എനിക്ക് എന്റെ അമ്മയെ അറിയാം. അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കും, അത്രേ ഉള്ളൂ. പേടിക്കണ്ടടാ, നീയും വലിയ നടനാവൂടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മിണ്ടായിരിക്കട്ടോ. ഇപ്പഴാ ചേച്ചി എന്നെ ഫോൺ ചെയ്തേ. അയ്യോ, അവളെന്താ പറഞ്ഞേ? അമ്മയും കൂട്ടിക്കൊണ്ട് MKS ഹോസ്പിറ്റലിൽ പോയെന്നല്ലേ പറഞ്ഞത്. അവിടെ അമ്മ അഡ്മിറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ഇപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്താടാ പറഞ്ഞേ? എനിക്ക് പെട്ടെന്ന് കള്ളം പറയാൻ പറ്റിയില്ല. അമ്മ ഇവിടെ VK ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് അറിയാതെ പറഞ്ഞു പോയി. അയ്യോ, പോയി. എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്ന് പിറന്നല്ലോടെ എനിക്ക്. നീ എപ്പോഴും നാക്കെടുത്ത കള്ളമല്ലേ പറയാറുള്ളൂ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? വലിയ സത്യസന്ധനെ പോലെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു വന്നേക്കുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാന്ന് പറയാറുന്നില്ലേ നിനക്ക്? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി നേരെ അവൾ ഇങ്ങോട്ട് വരില്ലേ? അയ്യോ, അവള് കവിന്റെ അച്ഛനെ നേരിട്ട് കാണില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് കള്ളം പറയാൻ പറ്റിയില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, കവിന്റെ അച്ഛൻ പുറത്ത് തന്നെ നിക്കുവാണല്ലോ. നീച്ചി ഇപ്പൊ നേരിട്ട് കാണൂല്ലോ അവനെ. അങ്ങനെ കണ്ടാൽ തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേ? എന്തിനമ്മ പേടിക്കുന്നേ? നിങ്ങളുടെ മോനപ്പം മുഴുവൻ കഥയൊന്നും അറിയില്ലേ? ഇങ്ങനെ വേറെ സമയം എനിക്കറിയാത്ത കാര്യങ്ങൾ ഡോക്ടർ അറിഞ്ഞല്ലേ. അതെന്താ കണ്ടന്റ്? ഒരു കണ്ടന്റും ഇല്ല, അതൊന്ന് വിടറ. ആദ്യം വിജി വരുന്നതിന് മുമ്പ് ആ കവിന്റെ അച്ഛനെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനെതിരെ ഐഡിയ ഉണ്ടെങ്കിൽ പറയടാ. എന്താ ഡോക്ടർ, എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് കണ്ടന്റ് മുഴുവൻ അറിയുന്നതല്ലേ? നിങ്ങൾ ആലോചിക്ക്. ഹലോ മിസ്റ്റർ, ഞാനൊരു ഡോക്ടറാ. അറിയാം ഡോക്ടർ, ഐഡിയ താ. മാഡം, നിങ്ങളുടെ മോൻ കുറച്ചധികം ഓവറാകുക. ഞാൻ കരുതി നിങ്ങൾ മാത്രം ഡ്രാമ കളിക്കുന്നെന്ന്. ഇപ്പൊ നിങ്ങളുടെ കുടുംബക്കാരൻ മൊത്തം നാടകം കളിക്കുകയാണല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ, എല്ലാം എന്റെ മോളുടെ അതിനു വേണ്ടിയാ. എന്തിനു വേണ്ടി അത്? അതൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ പറ. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാടാ. ഡോക്ടറെ, എനിക്ക് നിങ്ങൾ ഒരു സഹായം കൂടി ചെയ്യണം. ഒരു സഹായം കൊണ്ട് തന്നെ മതിയായി. പിന്നെ സഹായം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാ പറയേ. സോറി ഡോക്ടർ, ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങളൊന്ന് വേഗം പുറത്തേക്ക് ചെന്നിട്ട് കവിന്റെ അച്ഛൻ വിക്രം എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളുടെ അടുത്തേക്ക് ചെന്ന് സർ നിലാമോളുടെ മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ബോധം കെട്ട് വീണതാ, ഒരു 10 മിനിറ്റിനുള്ളിൽ ശരിയാവും, അപ്പൊ നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവാം. അങ്ങനെ ഒരു കള്ള അദ്ദേഹത്തോടൊന്ന് പറയാവോ? അത് മതി എനിക്ക്. ഇപ്പൊ നിങ്ങളുടെ നാടകത്തില് എന്നെ ഒരു ആർട്ടിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണല്ലേ? ഞാനതിന്റെ കാരണം എന്താണ് പറഞ്ഞിട്ടില്ലേ ഡോക്ടർ? അത് എന്തിനു വേണ്ടിയായിരുന്നു? അയ്യോ, എല്ലാം അതിന് തന്നെയാടാ. നീ ഒന്നും മിണ്ടാതിരിക്കേ. ശരി മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞേക്കാം. നന്ദി ഡോക്ടർ. ഒരു ഡോക്ടറെ അമ്മയും മകനും ചേർന്ന് ആർട്ടിസ്റ്റ് ആക്കിയിരിക്കല്ലേ? സാർ, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് BP ലെവൽ ഇൻക്രീസ് ആയിരുന്നു. ബോഡി കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആയി, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കേട്ടില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കണ്ട, നിന്റെ മുത്തശ്ശിക്ക് ഒന്നുമില്ല. എല്ലാവരൊക്കെ ആ ദൈവം നന്നായിട്ട് തന്നെ നോക്കുമ്പോളെ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം. നിങ്ങൾ പോയിക്കോളൂ. ശരി ഡോക്ടർ. ഇപ്പോ എനിക്ക് അകത്ത് കയറി കാണാൻ പറ്റുമോ? ഇല്ലില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം.